നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചരിത്ര വിജയം ആഘോഷിക്കും. വികസന രൂപരേഖയും പുറത്തിറക്കും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും. അതിവേഗ റെയിലിന്റെ പ്രഖ്യാപനവും നാളെ. നിർണായക നീക്കവുമായി BJP 2020 NDAയിലേക്ക് വാർത്താസമ്മേളനം നടത്തി രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബും. നാളെ മോദിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. 2020 നശിപ്പിക്കാൻ ഇടതു വലതു മുന്നണികൾ ഒന്നിച്ചുവെന്ന് സാബു ജേക്കബ്. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഭരണ പ്രതിപക്ഷ പ്രതിഷേധം. സഭ സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് VD സതീശൻ. ചർച്ചയ്ക്ക് പ്രതിപക്ഷത്തിന് ഭയമെന്ന് മന്ത്രി MP രാജേഷ്. സഭ ചൊവ്വാഴ്ച വീണ്ടും ചേരും. യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. സ്വർണ്ണക്കൊള്ളയിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴികളിൽ പൊരുത്തക്കേടുകളെന്ന SIT റിപ്പോർട്ട്. പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നതിലും പരിശോധന. പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും വീട്ടിൽ പോയത് ഒരു തവണ മാത്രമെന്നും കടകംപള്ളി. N വാസുവിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ദേവസ്വം കമ്മീഷണർ പദവിയിലിരുന്ന് ദൈവത്തെ പോലും കൊള്ളയടിച്ചില്ലേ എന്ന് കോടതി. ജാമ്യഹർജി തള്ളി. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങി UDF. മുസ്ലിം ലീഗ് 27 സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 10 സീറ്റിലും മത്സരിക്കും. സീറ്റുകൾ വെച്ചുമാറാനുള്ള നീക്കവും സജീവം. ലീഗിന്റെ തിരുവമ്പാടി ഗുരുവായൂർ സീറ്റുകളും കേരള കോൺഗ്രസിന്റെ ഏറ്റുമാനൂർ ഇടുക്കി സീറ്റുകളും ചർച്ചയിൽ. ലത്തീൻ രൂപതാ ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി ജോസ് കെ മാണി. ദുബായിൽ നിന്നും കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ വിമാന സർവീസ് നിർത്തലാക്കുന്നു. മാർച്ച് 29 മുതൽ സർവീസ് ഉണ്ടാകില്ലെന്ന് റിപ്പോർട്ട്. ദുബായ് ഹൈദരാബാദ് സർവീസും നിർത്തലാക്കും. വാർത്തകൾ വിശദമായി നോക്കാം. തലസ്ഥാനത്ത് നാളെ എത്തുന്ന അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയേക്കുമെന്ന് സൂചന. വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ DMRCയെ ചുമതലപ്പെടുത്തിയതായാണ് വിവരം. ശ്രീധരന്റെ നേതൃത്വത്തിൽ DPR തയ്യാറാക്കാൻ പൊന്നാനിയിൽ ഓഫീസ് തുറക്കും. 4 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിലാകും പ്രഖ്യാപനം. കോർപ്പറേഷന്റെ വികസന രേഖയും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി എങ്ങുമെത്താതെ തുടരുന്നതിനിടയിലാണ് സംസ്ഥാനത്ത് അതിവേഗ റെയിൽ പദ്ധതിയുടെ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്താൻ പോകുന്നത്. തിരുവനന്തപുരം കണ്ണൂർ 450 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് ഗേജ് അതിവേഗ പാതയാകും നാളെ നടക്കുന്ന റെയിൽവേയുടെ പരിപാടിയിൽ പ്രഖ്യാപിക്കുക. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പാതയുടെ നിർമ്മാണത്തിന് 1 ലക്ഷം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 10:30 പുത്തരിക്കണ്ടത്തെ മൈതാനിയിൽ നടക്കുന്ന റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയിൽ കേരളത്തിനായി അനുവദിച്ച 4 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കും. തുടർന്ന് ഇന്നവേഷൻ ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബിന്റെ തറക്കല്ലിടിയിൽ നടത്തും. ഇതിനുശേഷം കോർപ്പറേഷന്റെ വികസന രേഖയുടെ പ്രകാശനത്തിനായി സമീപത്തെ പാർട്ടി വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഗതാഗത ക്രമീകരണവും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഉച്ചയോടെ തിരികെ മടങ്ങും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ബാക്കി നിൽക്കെ നിർണായക നീക്കവുമായി BJP. സാബു M ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന 2020 രാഷ്ട്രീയ പാർട്ടി NDAയിൽ. നാളെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമ്പോൾ ഔദ്യോഗികമായി മുന്നണിയിൽ ചേരും. തന്റെ ജീവിതത്തിലെ നിർണായക തീരുമാനമെന്ന് സാബു M ജേക്കബ് പറഞ്ഞു. BJPക്ക് സന്തോഷ് ദിവസ് എന്നും NDAയുടെ ജനസ്വാധീനം വർദ്ധിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ അമൃത ന്യൂസിനോട് പറഞ്ഞു.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുകയാണ് BJP. പ്രധാനമന്ത്രിയുടെ വരവിന് തൊട്ടുമുമ്പ് രാജീവ് ചന്ദ്രശേഖറുടെ സർപ്രൈസായി 2020യുടെ മുന്നണി പ്രവേശനം മാറുകയാണ്. എറണാകുളത്ത് വെച്ച് രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബും ചർച്ചകൾ നടത്തിയിരുന്നു. തുടർന്ന് ഇന്ന് തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. പിന്നാലെ ഒരുമിച്ച് വാർത്താ സമ്മേളനം. തന്റെ ജീവിതത്തിലെ നിർണായക തീരുമാനമെന്ന് പറഞ്ഞ സാബു ജേക്കബ് NDA പ്രവേശനം ഇടതു വലതു മുന്നണികൾക്കുള്ള മറുപടിയാണെന്നും പറഞ്ഞു. 2020 പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകരമായ ഒരു തീരുമാനമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു വ്യവസായിയാണ്. രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യം തന്നെ ഈ ഇവിടുത്തെ LDFും UDFും മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം മടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതേസമയം 2020 മുന്നണിയുടെ ഭാഗമാകുന്നതോടെ വീണ്ടും NDAയുടെ ജനസ്വാധീനം വർദ്ധിക്കുമെന്നും വികസിത കേരളം നടപ്പാക്കാൻ അതിവേഗത്തിൽ കഴിയുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ വികസന രാഷ്ട്രീയം, വികസിത കേരളം എന്ന ലക്ഷ്യം ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, കിട്ടാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയക്കാരന് ആ വികസന കാഴ്ചപ്പാടിൻ്റെ പിന്തുണ കിട്ടും. കഴിഞ്ഞ 3 ദിവസം മുമ്പേ S. രാജേന്ദ്രൻ ജി NDAയിൽ ജോയിൻ ചെയ്തു, പാർട്ടിയിൽ ജോയിൻ ചെയ്തു. അതെല്ലാം എന്തുകൊണ്ട്? അതൊരു തന്ത്രമൊന്നുമല്ല, അത് ഞങ്ങൾ ചെയ്യുന്നതും കാര്യങ്ങളും ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാനാണ് അവർ വരുന്നത്. 2020 മുന്നണിയിലെത്തുമ്പോൾ എറണാകുളത്ത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ സ്വതന്ത്ര കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന 2020 ഒരു രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായാലും ജനങ്ങളുടെ സ്വീകാര്യതയിൽ കുറവ് വരില്ല എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. പ്ലക്കാർഡും ബാനറുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ വിഷയം നേരിട്ട് അവതരിപ്പിച്ചു. ചർച്ചയിൽ നിന്നും ഒളിച്ചോടുന്നത് ഭീരുത്വമെന്ന് ഭരണപക്ഷം വിമർശിച്ചു. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി V. ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. സ്വർണം കട്ടതാരപ്പ എന്ന പാരഡി ഗാനം പരസ്പരം പാടി ഭരണ പ്രതിപക്ഷം. ചരമോപചാരത്തിന് ശേഷം നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തു വന്നു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ ദേവസ്വം മന്ത്രിയുടെ രാജി ഉൾപ്പെടെ വിഷയം നേരിട്ടുന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷം. എന്നാൽ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകാമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം തയ്യാറായില്ല. 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കണ്ടത് സഭാതലം പ്രക്ഷുബ്ധമാവുന്ന രംഗങ്ങൾ. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. രൂക്ഷമായ വാക്പോരായി. ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക. സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന്റെ ഭീരുത്വമാണ് വെളിവാകുന്നതെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. പോറ്റിയെ കയറ്റിയത് ആരെന്ന് അടൂർ പ്രകാശിനോട് ചോദിക്കണമെന്ന് മന്ത്രി MB രാജേഷ്. അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ്. ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് വെള്ളിലേക്ക് ഇറക്കിയിട്ടുള്ളത്, പ്ലക്കാർഡുമായിട്ട് നാടകത്തിന് ഇറക്കിയിട്ടുള്ളത്. ഇത് ഈ നാട് മുഴുവൻ കാണും. ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ റൂൾ 50 പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത്. സ്വർണം കട്ടത് ആരപ്പ പാരഡി ഗാനം പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുപക്ഷവും പാടി. സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ. ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ. പ്രതിപക്ഷത്തിന് സഭ നടക്കാതിരിക്കണമെന്നാണ് ആവശ്യമെന്നും നാളത്തെ നടപടിക്രമങ്ങൾ മാറ്റിവെച്ച് സഭ പിരിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തുടർന്ന് സഭ ചൊവ്വാഴ്ചത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. പിന്നെ കണ്ടത് നാടകീയ രംഗങ്ങൾ. പ്രതിപക്ഷത്തിന് ഭീരുത്വമെന്നാരോപിച്ച് ഭരണപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യങ്ങളുമായി പുറത്തേക്കിറങ്ങി. പ്രതിപക്ഷവും പ്ലക്കാർഡുകളുമായി സഭയ്ക്ക് പുറത്തിറങ്ങി പ്രതിഷേധിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി SITക്ക് നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകൾ, പോറ്റിയുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചും സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നതിലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന തുടങ്ങി. കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ കളങ്കമില്ലാത്ത മനുഷ്യനായാണ് പോറ്റിയെ കണ്ടതെന്നും ഒരു തവണ മാത്രമാണ് പോറ്റിയുടെ വീട്ടിൽ പോയത് എന്നതുമാണ് മന്ത്രിയുടെ പുതിയ വിശദീകരണം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച് നൽകിയ മൊഴികളിലാണ് SIT പൊരുത്തക്കേടുകൾ സംശയിക്കുന്നത്. ശബരിമലയിലെ സ്പോൺസറും ഭക്തനും എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും വ്യക്തിപരമായ യാതൊരു ബന്ധവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ലെന്നുമായിരുന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ആദ്യ പ്രതികരണം. അതേസമയം കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതോടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ നിലപാട് മാറ്റിയത്. ഇക്കാര്യത്തിൽ പുതിയ വിശദീകരണമാണ് മുൻ മന്ത്രി നൽകിയത്. പോറ്റിയുടെ വീട്ടിൽ പോയത് കുട്ടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനല്ലെന്നും പിതാവിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടാണെന്നും കടകംപള്ളി പറഞ്ഞു. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും യാതൊരു സമ്മാനങ്ങളും കൈപ്പറ്റിയില്ല. പോറ്റി കളങ്കിതനായിരുന്നു എന്ന ബോധ്യമില്ലായിരുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ സ്വകാര്യമായിട്ട് പോയിട്ടുള്ളതല്ല, രഹസ്യമായിട്ട് പോയിട്ടുള്ളതല്ല. ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിൽ എൻ്റെ ഗൺമാനോടൊപ്പം പോയിട്ടുള്ളതാണ്. കുട്ടിയുടെ ഫംഗ്ഷനല്ല, അവിടുത്തെ കുട്ടിയുടെ അപ്പൂപ്പൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പോറ്റിയുടെ അച്ഛൻ പോറ്റിയുടെ എന്തോ തരത്തിലോ ഒന്നുകിൽ സപ്തതിയാകാം, അല്ലെങ്കിൽ 84 വയസ്സാകാം, അല്ലെങ്കിൽ നവതിയാകാം. എനിക്ക് അതും കൃത്യമായിട്ട് അറിയാമല്ല. ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോയത്. ആ സന്ദർഭത്തിലാണ്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും അന്വേഷണ സംഘത്തിന്റെ സംശയ നിഴലിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ. കൂടിക്കാഴ്ചകൾ നടന്നതായി പോറ്റിയുടെ മൊഴിയുണ്ട്. അടുപ്പത്തിന്റെ പേരിൽ പോറ്റിയുടെ സ്പോൺസർഷിപ്പ് പരിപാടികൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ശുപാർശ ചെയ്തിട്ടുണ്ടോ എന്നും സാമ്പത്തിക ഇടപാടുകളടക്കം നടന്നിട്ടുണ്ടോ എന്നുമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N. വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളി സുപ്രീം കോടതി. ദേവസ്വം കമ്മീഷണർ എന്ന സുപ്രധാന സ്ഥാനത്തിരുന്ന് ദൈവത്തെ പോലും കൊള്ളയടിച്ചില്ലേ എന്ന് സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. സ്വർണ്ണപ്പാളികൾ വീണ്ടും സ്വർണം പൂശിയത് എന്തിന് എന്നതടക്കമുള്ള ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചു. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് N. വാസു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണവും ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തന്റെ കസ്റ്റഡി അനിവാര്യമല്ലെന്നായിരുന്നു N. വാസുവിന്റെ പ്രധാന വാദം. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്ന അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത് അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്. ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. എന്നാൽ കൊള്ള നടക്കുന്ന സമയത്ത് താൻ കമ്മീഷണർ മാത്രമായിരുന്നു എന്നായിരുന്നു വാസുവിന്റെ വാദം. എന്നാൽ കവർച്ച സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലുള്ള ആൾ ഈ വിധമാണ് പെരുമാറേണ്ടത് എന്ന് കോടതി ചോദിച്ചു. SIT N. വാസുവിന്റെ ജാമ്യാപേക്ഷ എതിർത്തല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കേസിൽ കോടതി ഇടപെടുന്നില്ലെന്ന് അറിയിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയത്. 72 ദിവസമായി ജയിലിൽ കഴിയുകയാണ് N. വാസു. അതേസമയം ജാമ്യത്തിനായി വാസുവിന് കീഴ്ക്കോടതികളെ സമീപിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. N. വാസുവിനായി സീനിയർ അഭിഭാഷകൻ ഷാജി P. ചാലിയാണ് ഹാജരായത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന്റെ ജാമ്യഹർജിയിൽ വിധി നാളെ. കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും മുരാരി ബാബു അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യഹർജി സമർപ്പിച്ചത്. ജാമ്യം ലഭിച്ചാൽ മുരാരി ബാബു ജയിൽ മോചിതനാകും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠർ രാജീവരെ ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തന്ത്രിയെ കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ അപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി. തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 28-ന് പരിഗണിക്കും. UDF-ൽ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചു. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട കോൺഗ്രസിനെ സമ്മതത്തിൽ ആക്കേണ്ട എന്ന മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും തീരുമാനം. ലീഗ് 27 സീറ്റിലും കേരള കോൺഗ്രസ് 10 സീറ്റിലും മത്സരിക്കും. അതേസമയം സീറ്റുകൾ വെച്ചുമാറണമെന്ന ആവശ്യം ചർച്ചകളിൽ സജീവമാണ്. ലീഗിന്റെ തിരുവമ്പാടി, ഗുരുവായൂർ സീറ്റുകളും കേരള കോൺഗ്രസിന്റെ ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകളും ചർച്ചയിലാണ്. ജനുവരി അവസാനത്തോടെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാനാണ് UDF-ന്റെ തീരുമാനം. മുസ്ലിം ലീഗും RSPയും CMPയുമായുള്ള ഒന്നാംഘട്ട ചർച്ചകൾ നടന്നു. കേരള കോൺഗ്രസുമായി 2 ദിവസം കഴിഞ്ഞാണ് ചർച്ച. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അനാവശ്യ പിടിവാശി കാട്ടില്ല. കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കേണ്ട എന്നാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളുടെ എണ്ണം തന്നെയാകും ഇക്കുറിയും. ലീഗ് 27 സീറ്റുകളിലും കേരള കോൺഗ്രസ് 10 സീറ്റുകളിലും മത്സരിക്കും.
എന്നാൽ സീറ്റുകൾ വച്ചുമാറണമെന്ന ആവശ്യം കോൺഗ്രസിലും ഘടകകക്ഷികളിലും ഉയരുന്നുണ്ട്. ലീഗിന്റെ തിരുവമ്പാടിയും ഗുരുവായൂരും അടക്കമുള്ള സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ തയ്യാറാണ്. പകരം തെക്കൻ ജില്ലകളിൽ ജയസാധ്യതയുള്ള സീറ്റുകളാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. എന്നാൽ കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റുമാനൂരും ഇടുക്കിയും വേണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കോട്ടയത്തുള്ള സീറ്റുകൾ വച്ചുമാറേണ്ടതില്ല എന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. തിരുവനന്തപുരം സെൻട്രൽ വേണമെന്ന ആവശ്യം CMP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച 2 സീറ്റുകളാണ് ഇക്കുറി CMP ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചതുപോലെ 5 സീറ്റുകൾ RSP ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സീറ്റുകൾ വച്ചുമാറണമെന്ന ചർച്ചകളും പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലത്തീൻ സഭയുമായി അനുനയ നീക്കം നടത്തി ജോസ് കെ മാണി കൊച്ചി രൂപതാസ്ഥാനത്തെത്തി ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പലുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ജോസ് കെ മാണി കൊച്ചി രൂപത ആസ്ഥാനത്തെത്തി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. പ്രഭാത ഭക്ഷണം കൂടി കഴിച്ചാണ് ജോസ് കെ മാണി മടങ്ങിയത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, ഭിന്നശേഷി അധ്യാപക നിയമനം, വന്യജീവി ആക്രമണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്രൈസ്തവ സഭകൾ ആശങ്കകൾ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം ഇന്ന് ചർച്ചയായെന്നാണ് സൂചന. എന്നാൽ രാഷ്ട്രീയം ചർച്ചയായിട്ടില്ലെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. ഇവിടെ ഞാൻ വന്നത് പ്രധാനമായും പിതാവിൻ്റെ സ്ഥാനാരോപണവുമായി ബന്ധപ്പെട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു സ്വകാര്യ വിസിറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോകും, കാണും. അതുമായിട്ട് അതോ ഈ പറഞ്ഞ രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ മധ്യ കേരള യാത്രയിൽ ഞാനായിരിക്കും അതിനകത്ത് ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ അത് ലീഡ് ചെയ്ത് പോകുന്നത്. കേരള കോൺഗ്രസ് എം UDFിലേക്ക് പോകുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെ അതിന് സഭകൾ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ LDF പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു ജോസ് കെ മാണിയുടെ നിലപാട്. LDF വിടാത്തതിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്താനും സർക്കാരുമായി സഭയ്ക്കുള്ള അതൃപ്തി നീക്കാനും ജോസ് കെ മാണി ശ്രമിക്കുന്നുവെന്നാണ് സൂചന. അതേസമയം രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് ബിഷപ്പ് പ്രതികരിച്ചു. അദ്ദേഹത്തിന് എനിക്കും സമയം കിട്ടിയില്ല ഒരുമിച്ച് കാണാനായിട്ടുള്ള. എൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ ശ്രമിച്ചു. അപ്പോൾ ഞാനിവിടെ എബ്രോഡായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു വിസിറ്റ് നടത്തി, അത്രേ ഉള്ളൂ. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചില്ല. മധ്യ കേരളത്തിൽ സഭാ വോട്ടുകൾ കേരള കോൺഗ്രസ് എമ്മിന് നിർണായകമാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തിരക്കിട്ട ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ സമാധാനം പുനഃസ്ഥാപിക്കാനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപവൽക്കരിച്ച പീസ് കൗൺസിലിൽ ചേരാൻ സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെ 8 പ്രമുഖ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ തീരുമാനിച്ചു. ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറത്തിറങ്ങിയത്. സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, UAE, ജോർദാൻ, തുർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് സമാധാന കൗൺസിലിൽ അംഗമാകുന്നത്. ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തൽ നടപ്പിലാക്കുക, തകർക്കപ്പെട്ട പ്രദേശങ്ങളുടെ പുനർനിർമ്മാണം ഉറപ്പാക്കുക, പലസ്തീൻ ജനതയുടെ സ്വയം നിർണായക അവകാശവും സ്വതന്ത്ര രാഷ്ട്രവും യാഥാർത്ഥ്യമാക്കുക എന്നിവയാണ് ഈ സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ് നേട്ടമാക്കാനുള്ള ശ്രമത്തിലാണ് ഗൾഫ് പ്രവാസികൾ. ഒരു UAE ദിർഹത്തിന് 24 രൂപ 95 പൈസയായിരുന്നു ഇന്നലത്തെ രാജ്യാന്തര വിനിമയ നിരക്ക്. ധനവിനിമയ സ്ഥാപനങ്ങൾ പലതും 24 രൂപ 89 പൈസ വരെ നൽകി. എന്നാൽ മാസശമ്പളം ലഭിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ടെന്നിരിക്കെ രൂപയുടെ മൂല്യ തകർച്ച കൊണ്ടുണ്ടായ നേട്ടം ഭൂരിഭാഗം പ്രവാസികൾക്ക് ലഭിക്കാനിടയില്ല. വായ്പയെടുത്തും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണമെടുത്തും നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. മുൻനിര ധനവിനിമയ സ്ഥാപനങ്ങളുടേതുൾപ്പെടെ മണി എക്സ്ചേഞ്ച് മൊബൈൽ ആപ്പുകൾ വഴിയാണ് കൂടുതൽ പേരും ഇപ്പോൾ നാട്ടിലേക്ക് പണം അയക്കുന്നത്. ദിർഹം രൂപ വിനിമയ നിരക്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏകദേശം 5.08 രൂപയുടെ നേട്ടമാണ് UAE പ്രവാസികൾക്ക് ലഭിച്ചത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുക, പൊതുജനങ്ങളുടെ ഇടയിൽ അത്യാഹിത പ്രതിരോധത്തിനുള്ള ബോധവൽക്കരണം എന്നീ ലക്ഷ്യങ്ങളോടെ അബുദാബി സിവിൽ ഡിഫൻസ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. യുവർ ഹോം ഈസ് എ ട്രസ്റ്റ് എന്ന പേരിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീപിടുത്തം തടയുന്നതിനുള്ള മാർഗങ്ങൾ, അസ്വാഭാവികമായി പുക ശ്രദ്ധയിൽപ്പെട്ടാൽ എടുക്കേണ്ട സുരക്ഷാ നടപടികൾ, ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഉപയോഗം എന്നിവ സംബന്ധിച്ച് ബോധവൽക്കരണ പരിപാടികൾ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തും. മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയൊക്കെ ക്യാമ്പയിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഷോപ്പിംഗ് മാളുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും ക്യാമ്പയിന്റെ ഭാഗമായി ഉണ്ടാകും. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളുടെ ഇടപെടലുകൾ നിയന്ത്രിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് നിയമപരമായ ബാധ്യതയുണ്ടെന്ന് UAE നടപ്പിലാക്കിയ പുതിയ നിയമം വ്യക്തമാക്കുന്നു. രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് കുട്ടികളുടെ സുരക്ഷയ്ക്കായി UAE നടപ്പിലാക്കുന്ന ചൈൽഡ് ഡിജിറ്റൽ സേഫ്റ്റി ലോ ബാധകമാണ്. കുട്ടികളുടെ ഓൺലൈൻ ഇടപെടലുകൾ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നത് UAEയിൽ ഇനി മുതൽ മാതാപിതാക്കളുടെ നിയമപരമായ ഉത്തരവാദിത്വമാണ്.
ഡിജിറ്റൽ ലോകത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UAE ചൈൽഡ് ഡിജിറ്റൽ സേഫ്റ്റി ലോ നടപ്പാക്കുന്നത്. UAEയിൽ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നുമുള്ള എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നിയമത്തിന്റെ പരിധിയിൽ വരും. 13 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സ്വകാര്യ വിവരങ്ങൾ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ശേഖരിക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് അധികാരമില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ, വെബ്സൈറ്റുകൾ തുടങ്ങി കുട്ടികൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പ്രായപരിധി സ്ഥിരീകരണം, രക്ഷാകർത്താക്കൾക്കുള്ള നിയന്ത്രണം എന്നിവ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉറപ്പാക്കണം. മാതാപിതാക്കൾക്ക് പുറമെ കുട്ടികളെ പരിചരിക്കുന്ന ആയമാർ ഉൾപ്പെടെയുള്ളവരും കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷയ്ക്ക് ഉത്തരവാദിത്വമുള്ളവരാണെന്നും നിയമം വ്യക്തമാക്കുന്നു. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ അധികൃതരെ അറിയിക്കണമെന്നും നിബന്ധനയുണ്ട്. 18 വയസ്സ് പൂർത്തിയാകാത്തവർ ഓൺലൈൻ വാണിജ്യ ഗെയിമുകളിൽ പങ്കെടുക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഇന്റർനെറ്റ് സേവനദാതാക്കളും ഇതിനായുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം. UAE സൈബർ സുരക്ഷാ കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം 8 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ 72% പേരും ദിവസവും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ 43% രക്ഷിതാക്കൾ മാത്രമാണ് കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, ദുബായ്. ദുബായിൽ നിന്നും കേരളത്തിലേക്കുമുള്ള എയർ ഇന്ത്യ വിമാന സർവീസുകൾ നിർത്തലാക്കുന്നു. മാർച്ച് 29 മുതൽ സർവീസ് ഉണ്ടാകില്ല എന്നാണ് സൂചനകൾ. പകരം ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തും. ദുബായ് ഹൈദരാബാദ് സർവീസും നിർത്തലാക്കുകയാണ്. ഹ്രസ്വദൂര സെക്ടറുകളിൽ നിന്നും എയർ ഇന്ത്യ വിമാനം പിൻവലിച്ച് ദീർഘദൂര സെക്ടറുകളിൽ വിന്യസിപ്പിക്കുന്നു എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. എല്ലാ സീസണുകളിലും ഇക്കണോമി, ബിസിനസ് ക്ലാസുകളിൽ നിറയെ യാത്രക്കാരുള്ള പ്രവാസികളുടെ പ്രിയപ്പെട്ട സർവീസാണ് എയർ ഇന്ത്യ ദുബായ് കൊച്ചി. സൗദി അറേബ്യയിൽ നിദാഖാത്ത് പദ്ധതിയുടെ പുതിയ ഘട്ടം പ്രഖ്യാപിച്ചു. സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് പരിഷ്കരിച്ച നിദാഖാത്ത് പദ്ധതിയുടെ പുതിയ ഘട്ടം പ്രഖ്യാപിച്ചത്. 2026 മുതൽ അടുത്ത 3 വർഷത്തേക്കാണ് ഈ കർമ്മ പദ്ധതി നടപ്പിലാക്കുക. ഇതുവഴി സൗദിയിലെ സ്വകാര്യ മേഖലയിൽ മാത്രം 3,40,000 പുതിയ തൊഴിലവസരങ്ങൾ സ്വദേശി യുവതീ-യുവാക്കൾക്ക് ലഭ്യമാകും. വിഷൻ 2030ന്റെ ഭാഗമായി തൊഴിൽ വിപണിയിൽ സുസ്ഥിരത ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കുവൈറ്റിൽ സർക്കാർ, സ്വകാര്യ ആരോഗ്യ മേഖലകളിലെ ജീവനക്കാരുടെ ഔദ്യോഗിക പ്രൊഫഷണൽ വേഷം ഏകീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്ക് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി അംഗീകാരം നൽകി. മെഡിക്കൽ അനുബന്ധ ജീവനക്കാർ, അഡ്മിനിസ്ട്രേഷൻ സൂപ്പർവൈസർ ജീവനക്കാർ, ഫാർമസിസ്റ്റുകൾ എന്നിവർക്കുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ മുദ്രകൾ, വേഷം, ഡിജിറ്റൽ ഐഡന്റിറ്റി എന്നിവ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആരോഗ്യ സ്ഥാപനങ്ങളിലും ഭരണവിഭാഗങ്ങളിലും ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരുടെയും രൂപഭാവവും വേഷവും ക്രമപ്പെടുത്താനായാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ ജോലി ചുമതലകളുടെ വ്യക്തത ഉറപ്പാക്കാനും വിവിധ പ്രൊഫഷണൽ വിഭാഗങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാനും രോഗികളുടെയും സന്ദർശകരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കാനും ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ മാസം മക്കയിലും മദീനയിലുമായി 7.8 കോടിയിലേറെ സന്ദർശകർ എത്തിയതായി ഹറം കാര്യ വകുപ്പ് അറിയിച്ചു. വിശുദ്ധ ഹറമിലും മസ്ജിദുന്നബവിയിലുമായി ആകെ 7,88,43,425 സന്ദർശകരാണ് എത്തിയത്. കഴിഞ്ഞ മാസം 1,48,75,000 തീർത്ഥാടകർ ഉംറ കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അറബ് സംഗീതങ്ങളെ സമന്വയിച്ചുകൊണ്ട് നമസ്തേ എന്ന പേരിൽ ഒരുക്കുന്ന നവീന സംഗീത പരിപാടി മെയ് 1 ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് സാംസ്കാരിക കേന്ദ്രത്തിലെ നാഷണൽ തിയേറ്ററിലാണ് പരിപാടി അരങ്ങേറുക. ഇന്ത്യൻ അറബി ഗാനങ്ങളുടെ താളത്തിൽ ഗായകരായ ബദർ, നൂരി, മുസ്തഫ് അൽ മുത്രഫ് എന്നിവരോടൊപ്പം ഇന്ത്യൻ ഗായക സംഘവും ഇന്ത്യയിലെ RDA അക്കാദമി അംഗങ്ങളും വേദിയിലെത്തും. ഇന്ത്യയിലും കുവൈറ്റിലുമുള്ള സംഗീതജ്ഞർ ചേർന്ന് രൂപീകരിച്ച ഓർക്കസ്ട്രയ്ക്ക് നേതൃത്വം നൽകുന്നത് മൈസ്ട്രോ ഡോക്ടർ ഖാലിദ് നൂരിയായിരിക്കും. ഗാനം, നൃത്തം, ദൃശ്യാവിഷ്കാരം എന്നിവയുടെ സമന്വയമായി ഈ പരിപാടി ഇന്ത്യ കുവൈറ്റ് സാംസ്കാരിക കൈമാറ്റത്തിന്റെ പ്രതീകമായാണ് ഒരുക്കിയിട്ടുള്ളത്. 1960കളിലെ അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ വരെ അഭിനയിച്ച ചിത്രങ്ങളിലെ പ്രശസ്തമായ ഗാനങ്ങൾ മുതൽ ഇന്ത്യൻ പദങ്ങളോ രാഗങ്ങളോ ഉൾക്കൊള്ളുന്ന കുവൈറ്റി ഗാനങ്ങളും പ്രശസ്ത അറബ് ഗാനങ്ങളും പരിപാടിയിൽ അവതരിപ്പിക്കും. MES മമ്പാട് കോളേജ് അലൂമിനി ജിദ്ദ ചാപ്റ്റർ ജിദ്ദ അബൂറാദ് വില്ലയിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 100 കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും സംഗമത്തിന്റെ ഭാഗമായി. മലബാറിന്റെ സാമൂഹിക വിദ്യാഭ്യാസ മാറ്റത്തിൽ മമ്പാട് കോളേജ് വഹിച്ച വലിയ പങ്കിനെ ചടങ്ങിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു. പ്രസിഡന്റ് രാജീവ് TPയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഭാരവാഹികളായ തമീം അബ്ദുള്ള, മൂസ പട്ടത്ത്, PMA ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ ജിദ്ദയിലെ കലാകാരന്മാർ അണിനിരന്ന സംഗീത കലാവിരുന്നും അരങ്ങേറി.
കണ്ണമംഗലം സൗദി പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് ഫുട്ബോൾ ടൂർണമെന്റ് ജിദ്ദ ഷാറ ഫലസ്തീനിലെ അൽവാഹ സ്റ്റേഡിയത്തിൽ നടക്കും. ടൂർണമെന്റിന് മുന്നോടിയായുള്ള ട്രോഫി പ്രകാശനവും ഫിക്സർ നറുക്കെടുപ്പും കഴിഞ്ഞ ദിവസം നടന്നു. മുഹമ്മദ് ഷഫീഖ് കുഞ്ഞാലി ട്രോഫി പ്രകാശനം നിർവഹിച്ചു. മജീദ് ചേറൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജൂനിയർ വെറ്ററൻസ് വിഭാഗങ്ങളായി 4 വീതം ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഫിക്സർ നറുക്കെടുപ്പിന് ഷെരീഫ് KC, സലാഹുദ്ദീൻ വാളക്കുട എന്നിവർ നേതൃത്വം നൽകി. അഷ്റഫ് ചുക്കൻ, സിദ്ദിഖ് പുള്ളാട്ട് എന്നിവർ സംസാരിച്ചു. തിരുനാവായ മഹാമാഘ മഹോത്സവത്തിൽ വൻ ഭക്തജനത്തിരക്ക്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് പേരാണ് തിരുനാവായയിലെത്തിയത്. അതിനിടെ ഭാരതപ്പുഴ ഉത്ഭവസ്ഥാനമായ തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്നും ആരംഭിച്ച രഥയാത്രയ്ക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത്. മഹാമണ്ഡലേശ്വർ സ്വാമി, ആനന്ദവനം ഭാരതി, സ്വാമിനി അതുല്യ അമൃത പ്രാണ തുടങ്ങി സന്യാസിമാരുടെ നേതൃത്വത്തിൽ യാത്രയെ സ്വീകരിച്ച് മഹാമേരു യജ്ഞശാലയിലെത്തിച്ചു. തുടർന്ന് നടന്ന നിളാരതിയിൽ വിദേശികളടക്കം 10,000 പങ്കെടുത്തു. ഗ്രീൻലാൻഡിലെ ചൊല്ലി എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി തീരുവ ചുമത്താനുള്ള നീക്കം പിൻവലിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡിന്റെ ഭാവി സംബന്ധിച്ച് നാറ്റോയുമായി ധാരണയിലെത്തിയതിനെ തുടർന്നാണ് ഫെബ്രുവരി 1 മുതൽ താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനം ട്രംപ് പിൻവലിച്ചത്. ഈ ധാരണ അമേരിക്കയ്ക്കും നാറ്റോ രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്ന് ട്രംപ് പറഞ്ഞു. ഗ്രീൻലാൻഡ് ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുമെന്നും വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നും ട്രംപ് അറിയിച്ചു. സമൂഹമാധ്യമമായ ദ ട്രൂത്തിലൂടെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. കായിക വാർത്തകൾ നോക്കാം. ബംഗ്ലാദേശ് T20 ലോകകപ്പിൽ കളിക്കില്ല. ബംഗ്ലാദേശിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റണമെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം ICC അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. ടൂർണമെന്റിന്റെ ഷെഡ്യൂളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് ബുധനാഴ്ച ചേർന്ന ICC ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു. 16 അംഗങ്ങളിൽ 14 പേരും വേദി മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ അപേക്ഷയ്ക്ക് എതിരെയാണ് യോഗത്തിൽ വോട്ട് ചെയ്തത്. ബംഗ്ലാദേശും പാകിസ്ഥാനും മാത്രമാണ് അനുകൂലമായി വോട്ട് ചെയ്തത്. പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയിക്കാൻ ICC ഇന്നുവരെ BCBക്ക് സമയം അനുവദിച്ചിരുന്നു. ബംഗ്ലാദേശ് പിന്മാറിയ സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്താനാണ് ICCയുടെ തീരുമാനം. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന T20 ലോകകപ്പ് ടൂർണമെന്റ് ഫെബ്രുവരി 7 മുതലാണ് ആരംഭിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.